ചേട്ടാ ഈ കാന്താര ഇഷ്ടപ്പെട്ടോ? ആ നല്ല സിനിമയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടോ? എനിക്കാണെങ്കിൽ പക്ഷെ കണ്ടപ്പോ പേടി തോന്നി ചേട്ടായി. എന്തിനാ പേടിക്കാനാ? അതിന് പേടിക്കാനൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ഏത് പടം കാണുന്ന ചേട്ടാ പോകുന്നത്? നല്ല പടം വരുമ്പോ കൊണ്ടുപോകും. എനിക്ക് ഫാമിലി പിക്ചറിനോടാ ഇഷ്ടം. ആയിക്കോട്ടെ. എന്താ ഒരു ചായയുടെ രാത്രി എന്തോ പരിപാടി? ചേട്ടാ കൂട്ടാനല്ലേ ഇരിപ്പുണ്ട്, ഇനി ചപ്പാത്തി ഉണ്ടാക്കണോ? ആ ചപ്പാത്തി ഉണ്ടാക്കണേ കഴിക്കാം. അല്ലേ വേണ്ട, ഇനിയിപ്പോ കിടന്ന് കഷ്ടപ്പെടണ്ട, ചോറെടുത്താൽ മതി. ആ എന്നാ ചേട്ടൻ അങ്ങോട്ട് പോയിരുന്നോ, ഞാൻ ചോറെടുക്കാം. അയ്യോ ഇരിക്കാൻ പറഞ്ഞിട്ട് അങ്ങ് പോയോ? വാ ചേട്ടാ ചോറ് വിളമ്പി വെച്ചേക്കുന്നു, കഴിക്കാൻ വാ. ആ അതാ വരുന്നടി. ചേട്ടാ വാ ചേട്ടാ കഴിക്കാൻ. ഇതെന്തുവാ ചേട്ടാ ഇങ്ങോട്ടൊന്ന് വന്നേ, കിടക്കൊന്നും വേണ്ടേ? ഒരു ചെമ്മട് പാത്രം കിടക്കുന്നു കഴുകാന്, ഇതെല്ലാം കഴുകി വെച്ചിട്ട് വേണം എനിക്ക് വരാന്. ഒന്ന് വാ. ഓ വരുന്നു വരുന്നു വരുന്നു. എന്തുവാ ഇത്? എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് എനിക്ക് മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണ്ടേ കിടക്കാന്? കഴിക്കട്ടെ. ചേട്ടാ ചേട്ടാ ഇങ്ങോട്ടൊന്ന് വന്നേ. ചേട്ടാ ഇങ്ങോട്ടൊന്ന് വന്നേ ചേട്ടാ. ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുവാ? എവിടെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ പരിസര ബോധം ഇല്ലാതെ ഇരുന്നോളൂ. ഞാൻ ഇതിലൊരു വാർത്ത കണ്ടോണ്ടെങ്കിൽ ഇരുന്ന് പോയത്. ഓ ടിവിയുടെ ഫോണിന്റെ മുന്നിൽ ഇരുന്നാ പിന്നെ ആരെയും വേണ്ടായല്ലോ, ആരെങ്കിലും ചത്താ പോലും അറിയില്ല. അതിന്റെ ഇപ്പൊ ചാവാൻ പോവാന്നോ? സമയം പറയോ, വന്നു കിടക്കാൻ നോക്ക്. അതെ. ഓ ഞാൻ ചത്തിട്ട് വേണമായിരിക്കും നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കൂടെ കൂട്ടാൻ. അതേടി, എന്നിട്ട് വേണം എനിക്ക് ആരെങ്കിലും കൂടെ കൂട്ടാൻ, കുറച്ച് മനസ്സമാധാനം കിട്ടുമല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സമാധാനം തരുന്നില്ലല്ലേ? അല്ലേലും നിങ്ങളെല്ലാരും കണക്കാ. എടി നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്തൊക്കെ സംസാരിക്കുന്നത്? ഇതല്ലേ ഇവിടെ വിഷയമാണോ? അങ്ങനല്ലേ ഇപ്പൊ പറഞ്ഞത്? നിങ്ങളുടെ മനസ്സിലൊരു പൈപ്പ് അങ്ങോട്ട് പുറത്തു വന്നത്. ഇതൊക്കെ കേൾക്കുമ്പോ മനസ്സിലാകാതിരിക്കാൻ ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. എടി നിനക്കിപ്പോ എന്താ വേണ്ടേ? നീ വിളിച്ചപ്പോ ഞാൻ വന്നില്ല. ഇത് ഇത്രയും വലിയൊരു പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? ഇത് ഇപ്പൊ തന്നെ അല്ലല്ലോ, എന്ത് കാര്യത്തിന് എപ്പോ വിളിച്ചാലും നിങ്ങളുടെ രീതി ഇത് തന്നെ. എടി നീ പറയുന്നത് പോലെയല്ല കാര്യങ്ങള്, എനിക്ക് പലതും ചിന്തിക്കാനുണ്ട്. എപ്പോഴും നീ പറയുന്നത് കേട്ടോണ്ടെങ്കിൽ ഇരുന്നാ മതിയോ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തോ ഈ ചിന്തിച്ചിരിക്കുന്നത്? ഭാര്യ എന്ന വിചാരം അല്ല നിങ്ങൾക്കുണ്ടോ? അതെടി, ഞാൻ എന്റെ കാമുകി ചിന്തിച്ചിരിക്കുവായിരുന്നു. എന്താ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? നിന്നെ കുറിച്ച് ചിന്തയില്ലാത്തോണ്ടാണല്ലോ നിന്നെ കൊണ്ട് ഈ ഉലകം മൊത്തം ഞാൻ ഈ കറങ്ങി നടക്കുന്നത്. ഏത് സമയം ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുവല്ലയോ, ആർക്കറിയാം കാമുകി ഉണ്ടോ എന്ന്. ഇനി അവധി ദിവസം വരുമ്പോഴേ പെണ്ണും പിള്ളയും കൊണ്ടൊന്ന് കറങ്ങി നടക്കുന്നൊന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഭർത്താക്കന്മാരുടെ കടമയാ. പിന്നെ കടമ എന്തോ കടമ? സൗകര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോകും, വിലക്ക് കൊണ്ടുപോകത്തില്ല. പുറമെ വെച്ച് തന്നാണ്ടല്ലോ. എന്തെങ്കിലും ഒന്ന് മിണ്ടി കഴിഞ്ഞാൽ ഉടനെ തല്ലിയൊന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. പൊടി പൊടി പോയിക്കണോ ഉറങ്ങടി, എന്നെ കൂടെ കൂടുതൽ പറയിപ്പിക്കരുത്. എന്റെ കാര്യം ഒന്ന് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടണ്ട, ഞാൻ കിടന്നോളാം. പാവം ഉറങ്ങിയെന്ന് തോന്നുന്നു. എൻ്റെ ഈ ഫോണിൽ നോക്കിയിരിപ്പ ഇതിനെല്ലാം കാരണം. പിന്നെ ഈ ദേഷ്യം. ആ പോട്ടെ, സാരമില്ല. രാവിലെ ആയിട്ട് ഒരു സോറി പറയാം.
ഇച്ചിരി വെള്ളം എടുത്തടി. എടി വെള്ളം. വേണേ എടുത്ത് കുടിക്ക്. അയ്യോ, ചേട്ടൻ വെള്ളം കുടിച്ചില്ലായിരുന്നോ? പാവം. ചേട്ടാ, ചേട്ടായി, ചേട്ടാ. അയ്യോ, നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, രാവിലെ ആട്ടെ. പാവം, തണുക്ക്. വഴക്ക് ഇടണ്ടായിരുന്നു. രാവിലെ ആട്ടെ. ചേട്ടാ, 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 എണീക്ക് ചേട്ടാ, എണീക്കണേ. അയ്യോ, ചേട്ടാ എണീറ്റില്ലയോ? ചേട്ടാ, ചേട്ടാ എണീക്ക് ചേട്ടാ. സമയം എന്തുവായെന്നറിയാമോ? ചേട്ടാ എണ്ണീര്. ഓ, ഞാൻ വഴക്ക് പറഞ്ഞ് എനിക്ക് എറിയിച്ച് കിടക്കുക. ചേട്ടായി, ചേട്ടാ, 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 എനിക്ക് ചേട്ടാ, 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 ചേട്ടാ. കാലം ഒന്നിനും വേണ്ടി കാത്തിരിക്കില്ല. പിണക്കങ്ങൾക്ക് മിനിറ്റുകൾ മാത്രം ആയുസ് കൊടുക്കുക. ഓരോ പിണക്കവും നീട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ഒരുപോലെ ശ്രമിക്കുക. കിടപ്പറയിലെത്തുമ്പോൾ എല്ലാം മറന്ന് ഒന്നാകുക. എല്ലാവർക്കും നന്മ വരട്ടെ.